ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രാവൻകൂർ സ്കൂൾ ഓഫ് യോഗ. സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക്. ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ ജനനേന്ദ്രിയങ്ങളുടെ ആരോഗ്യത്തിന് യോഗ എങ്ങനെ പ്രയോജനപ്പെടുത്താം, ഏതൊക്കെ യോഗാസനങ്ങൾ ചെയ്താൽ നമ്മളുടെ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ആരോഗ്യത്തിന് ഗുണകരമാവും. ഒത്തിരി സ്ത്രീകൾക്കുണ്ട് PCOD, അതുപോലെ യൂട്രസ് സംബന്ധമായ പ്രശ്നങ്ങൾ, അതുപോലെ പുരുഷന്മാർക്ക് കൗണ്ട് കുറവ്, പ്രോസ്റ്റേറ്റിൻ്റെ ഇഷ്യൂസ്, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് ചെയ്യാവുന്ന വളരെ പ്രധാനപ്പെട്ട ഏതാനും യോഗാസനങ്ങളാണ് പറഞ്ഞു തരുന്നത്. അപ്പം ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടി ഇത് മുടങ്ങാതെ ചെയ്യുക. ഈ യോഗാസനങ്ങളെല്ലാം തന്നെ നമ്മളുടെ പെൽവിക് ഏരിയയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുകയും ആ ഭാഗത്തുള്ള നമ്മളുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന യോഗാസനങ്ങളാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. ആദ്യത്തേത് ഇതുപോലെ മുട്ടുകുത്തി നിൽക്കുക. കാലുകൾ ഷോൾഡർ വിട്ട് അകലത്തിലാക്കി, അതും കൈകളും അതുപോലെ ഷോൾഡർ വിട്ട് അകലം. എന്നിട്ട് കാലുകൾ ഇതുപോലെ മാറ്റിന് ലംബമായിരിക്കണം, പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഓക്കെ. എന്നിട്ട് സാവധാനം ശ്വാസമെടുത്ത് ഈ ഭാഗം ഒന്ന് കുഴിക്കുക. കുഴിവുണ്ടാകുക നമ്മുടെ ഈ ലോവർ ബാക്കിൽ. നമ്മുടെ ഹിപ്പ് അല്പം ഉയർത്തുക. ദെൻ ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് ഇതുപോലെ. ഇപ്പോൾ നമ്മുടെ അപ്പർ ബാക്ക് ഈ ഒരു ഷേപ്പിലാണ് അല്ലേ, പ്രൊജക്റ്റ് ഔട്ട്സൈഡിലേക്ക് തള്ളി പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇതിനെ ക്യാറ്റ് ആൻഡ് കൗ പോസ് എന്ന് പറയും, മാർജാരാസന എന്നൊക്കെ പറയും. ശ്വാസം എടുത്തുകൊണ്ട് തല ഉയർത്തി ലോവർ ബാക്കിൽ നമ്മുടെ മിഡിൽ ബാക്കിൽ ഒരു കുഴിവുണ്ടാക്കുക, ഒരു കർവ്. ശ്വാസം വിട്ടുകൊണ്ട് വീണ്ടും ശ്വാസം എടുത്ത് ഉയരുക, ശ്വാസം വിട്ടുകൊണ്ട് താഴുക. അതുപോലെ നമ്മുടെ ഹിപ്പിന് ഒരു കൺട്രാക്ഷൻ ആൻഡ് എക്സ്പാൻഷൻ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ഹിപ്പ് ഏരിയയിൽ ഉണ്ടാകുന്ന ആ മാറ്റം അതൊന്ന് ശ്രദ്ധിച്ച്. ഇപ്പം നമ്മുടെ ആ പെൽവിക് ഏരിയയിലേക്കുള്ള സർക്കുലേഷൻ വർദ്ധിക്കും. ആ ഭാഗത്തെ ഇന്റേണൽ ഓർഗൻസ് ആക്ടിവേറ്റ് ആവും. കൂടുതൽ സമയം ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെയാണല്ലോ ഇപ്പോൾ കൂടുതൽ. ഇപ്പോഴത്തെ ചെറുപ്പക്കാരെല്ലാം തന്നെ IT ഫീൽഡിൽ കൂടുതൽ സമയം ഇരുന്ന് ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്കുള്ള ഒരു സർക്കുലേഷനൊന്നും ഇതെപ്പോഴും ഇങ്ങനെ ഒരു കെട്ടിക്കിടക്കുന്നത് പോലെ, ബ്ലഡ് കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതൊന്ന് മാറി അവിടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ്, സർക്കുലേഷനുള്ള ഇമ്പ്രൂവ്മെൻറ്റ് വരാൻ ഈ ഒരു ക്യാറ്റ് ആൻഡ് കൗ പോസ് അല്ലെങ്കിൽ മാർജാരാസന ഹെൽപ്പ് ചെയ്യും. അപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഓക്കെ. ഇത് നിങ്ങൾ ഡെയിലി ഒരു 10 തവണയേലും മിനിമം ചെയ്യുക. കൂടുതൽ പ്രാവശ്യം ചെയ്താൽ കൂടുതൽ നല്ലത്. ഏതായാലും മുടങ്ങാതെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അടുത്തത് പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ചെയ്ത് കാണിച്ചിട്ടുള്ളതാണ്, ബദ്ധകോണാസനം അല്ലെങ്കിൽ പതങ്കാസനം. കാലുകൾ രണ്ടും ഈ ഒരു രീതിയിൽ ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് വിരൽ കോർത്ത് ഇവിടെ പിടിക്കുക. ബട്ടർഫ്ലൈ പോസ് എന്ന് പറയും. ഇതാണ് ബട്ടർഫ്ലൈ പോസ്. ഇങ്ങനെയൊരു മൂവ്മെൻറ്റ് ഉണ്ടാക്കുക. ബട്ടർഫ്ലൈ മൂവ്മെൻറ്റ് എന്ന് പറയും. നട്ടെല്ല് നിവർന്നിരിക്കുക, ഇങ്ങനെ മൂവ്മെൻറ്റ് ഉണ്ടാക്കുക. അപ്പോഴും ഇങ്ങോട്ടുള്ള സർക്കുലേഷൻ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും. നമ്മുടെ ഹിപ്പ് ഒക്കെ ഒരു ഫ്ലെക്സിബിലിറ്റി വർദ്ധിക്കാനും ഒക്കെ നല്ലതാണ് ഈ ബദ്ധകോണാസനം, പതങ്കാസനം, ഭദ്രാസനം,
ബട്ടർഫ്ലൈ പോസ്, ഇങ്ങനെയെല്ലാം പറയും ഈ യോഗാസനത്തിന്. അപ്പം ഇതും നിങ്ങൾ മുടങ്ങാതെ കൂടെ ചെയ്യുക പഠിക്കും. ഇത് പ്രോസ്റ്റേറ്റ് പ്രശ്നങ്ങളുള്ള പുരുഷന്മാർക്കും ഈ യോഗാസനം ചെയ്യുന്നത് വളരെ ഗുണകരമാണ്. അടുത്തത് സേതുബന്ധാസനം. ഇതുപോലെ കിടക്കുക, കാല് ഇങ്ങനെ മുട്ട് മടക്കി കുത്തുക, കൈകൾ ഇരുവശവും വയ്ക്കുക. എന്നിട്ട് ശ്വാസം എടുത്ത് നമ്മുടെ ഹിപ്പ് ഏരിയ, ഷോൾഡർ ഈ മാറ്റി തന്നെ ഇരിക്കണം, ബാക്കി ഭാഗം ഉയർത്തുക. വേണ്ടവർക്ക് ഇവിടെ ഒരു സപ്പോർട്ട് കൊടുക്കാം. 5 4 3 2 1. സാവധാനം താഴ്ന്നു വരിക, ഒന്ന് റിലാക്സ് ചെയ്യുക, വീണ്ടും ഹിപ്പ് ഉയർത്തുക. ഇപ്പോഴെല്ലാം ഈ യോഗാസനങ്ങൾക്കെല്ലാം നമ്മുടെ ഹിപ്പ് ഏരിയയിലേക്കാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. വീണ്ടും ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, പറ്റുമെങ്കിൽ 10 സെക്കൻഡും ഹോൾഡ് ചെയ്യുക. ദെൻ സപ്പോർട്ട് വേണ്ടവർ കൈകൊണ്ട് സപ്പോർട്ട് കൊടുക്കുക. ദെൻ റിലാക്സ് ചെയ്യുക. വീണ്ടും ഇത് ഇങ്ങനെ ആംഗിളിൽ പിടിച്ചിട്ടും ചെയ്യാം. ആംഗിൾ 2 കൈ കൊണ്ടും ഇങ്ങനെ ഒരു ബലം കൊടുത്ത് പിടിച്ചിട്ട് ഹിപ്പ് ഉയർത്താം. തൈറോയിഡിൻ്റെ പ്രശ്നമുള്ളവർക്കും ഈ യോഗാസനം ചെയ്യുന്നത് നല്ലതാണ്. സേതുബന്ധാസനം എന്ന് പറയും. ഇത് നിങ്ങളൊരു മിനിമം 10 തവണയെങ്കിലും എല്ലാ ദിവസവും ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും, ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ ഈ കൂടുതൽ കൺട്രാക്ഷൻ ആൻഡ് എക്സ്പാൻഷൻ, പ്രഷർ, സ്ട്രെച്ചിങ് എല്ലാം വരുന്നത് നമ്മുടെ ഹിപ്പ് ഏരിയ, ഇന്നർ ലോവർ അബ്ഡോമൻ്റെ ഭാഗത്താണ്. അതായത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ എയിം ചെയ്തുകൊണ്ട് ഉള്ള യോഗാസനങ്ങളാണ്. ഒന്ന് റിലാക്സ് ചെയ്യുക. എല്ലാ യോഗാസനം ചെയ്യുമ്പോഴും ഇടയ്ക്കൊന്ന് റിലാക്സ് ചെയ്യണം. പെട്ടെന്ന് ചെയ്തു പോകരുത്. കാരണം ഓരോ യോഗാസനത്തിലും നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഓരോ സ്പെസിഫിക് ഏരിയയിലോട്ടാണ് കൂടുതൽ ഫ്ലോ വരുന്നത്. അപ്പോൾ അതൊന്ന് ഏകീകരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് വേണം നമ്മൾ വീണ്ടും അടുത്ത യോഗാസനത്തിലേക്ക് പോകാൻ. ശവാസനത്തിൽ റെസ്റ്റ് ചെയ്യുന്നു. ദെൻ നമുക്കിനി ലെഗ് അപ്പ് ദ വാൾ പോസ് അല്ലെങ്കിൽ വിപരീത കണ്ണി ചെയ്യാം. ഇങ്ങനെ ഉയർത്തുക. ഒരു ഏതാനും സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് സാവധാനം താന്ന് റിലാക്സ് ചെയ്യുക. ഇതൊരു 5 പ്രാവശ്യമോ അല്ലെങ്കിൽ ഒരു 3 പ്രാവശ്യം ചെയ്യുക. ഈ ഇൻവേർട്ടഡ് പോസിലും എല്ലാം നമ്മൾക്ക് ഇങ്ങോട്ടാണ് ബ്ലഡ് സർക്കുലേഷൻ ഫ്ലോ കൂടുന്നത്, എഗൈൻസ്റ്റ് ഗ്രാവിറ്റി. ഇങ്ങനെ ഉയരാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താലും മതി. അല്ലെങ്കിൽ ഒരു ഭിത്തിയിൽ ചേർന്ന് കിടന്നിട്ട് ഭിത്തിയിലേക്ക് കാലുകൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കിടക്കുക. അടുത്തത് കോബ്ര പോസ് ചെയ്യാം. ഇത് പ്രത്യേകിച്ച് സ്ത്രീകളുടെ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പറഞ്ഞല്ലോ, PCOD, യൂട്രസിൻ്റെ പ്രശ്നങ്ങൾ, ഓവറിയുടെ ഇഷ്യൂസ്, ഇങ്ങനെയുള്ളവർക്കെല്ലാം ഇത് ഡെയിലി ചെയ്യുന്നത് നല്ലതാണ്. കാലുകൾ അടുപ്പിച്ച് വെച്ച് കിടക്കുക, കൈകൾ ചെസ്റ്റിൻ്റെ ഇരുവശത്തും പതിച്ചു വെക്കുക. ശ്വാസം എടുത്തുകൊണ്ട് നമ്മുടെ ബുക്കിളിൻ്റെ മേളിലോട്ടുള്ള ഭാഗം ഉയർത്തുക. Five, 4, 3, 2, 1. ശ്വാസം വിട്ടുകൊണ്ട് നമ്മുടെ വയറിൻ്റെ ഭാഗം തൊട്ട് 1 by 1 ആയിട്ട് താന്ന് ലാസ്റ്റ് തറയിൽ മുട്ടുന്നു. അപ്പോൾ ഇത്ര യോഗാസനങ്ങൾ ഇതിലെളുപ്പമുള്ളത് നോക്കി സെലക്ട് ചെയ്ത് ചെയ്യുക.
തീർച്ചയായിട്ടും പ്രയോജനമുള്ളതാണ്, പക്ഷേ റെഗുലറായിട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.